Hello, dears. Welcome back to my channel. It's me, Asi Causes. Today, we are going to discuss the last chapter of our English textbook named The Mirror by Sylvia Plath. അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികളെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തെ ലാസ്റ്റ് ചാപ്റ്റർ സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്ന് പറയുന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എ ലുക്ക് എറ്റ് അബൌട്ട് ദ പോറ്റ് സിൽവിയ പ്ലാത്ത്. Sylvia Plath was an American poet, novelist, and writer of short stories. She was born in Boston, Massachusetts. 1932 മെസാച്യുസെറ്റ്സിലെ ബോസ്റ്റണിൽ ജനിച്ച അറിയപ്പെടുന്ന ഒരു അമേരിക്കൻ പോറ്റും നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്നു സിൽവിയ പ്ലാത്ത്. ഹർ മോസ്റ്റ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ആർ ഇൻ ദ ജോൺറെ ഓഫ് കൺഫെഷണൽ പോട്രി. അവളുടെ പ്രധാനപ്പെട്ട സംഭാവനകളെല്ലാം തന്നെ കൺഫെഷണൽ പോട്രി എന്ന മേഖലയിലാണ്. ഷീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ റൈറ്റേഴ്സ് ഓഫ് ദി 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് അവൾ. ഷി പബ്ലിഷ്ഡ് എ കളക്ഷൻ ഓഫ് പോംസ് ഇൻ ഹർ ലൈഫ് ടൈം, ദ കൊലോസസ്. അവളുടെ ജീവിത കാലയളവിൽ ഒരു പോട്രി കളക്ഷൻ ദ കൊലോസസ് എന്ന പേരിൽ അവൾ പബ്ലിഷ് ചെയ്തു. ആൻഡ് എ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദ ബെൽജാർ. ദ ബെൽജാർ എന്ന പേരിൽ 1963 ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലും. ഷി വോൺ എ പോസ്തുമസ് പുലിറ്റ്സർ പ്രൈസ് ഫോർ പോട്രി ഇൻ 1982. 1982 ഒരു മരണാനന്തര ബഹുമതി എന്നോണം അവൾക്ക് പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്നുണ്ട് ഫോർ ദ കളക്റ്റഡ് പോംസ് പബ്ലിഷ്ഡ് ഇൻ 1981. 1981 പബ്ലിഷ് ചെയ്ത കളക്റ്റഡ് പോംസ് എന്ന് പറയുന്ന വർക്കിന് ഓൾമോസ്റ്റ് 20 years ആഫ്റ്റർ ഹെർ ഡെത്ത്, അവളുടെ മരണം കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം. ഓക്കെ, റീഡ് ആൻഡ് എൻജോയ്. ഹാവ് യു എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ ആൻഡ് വണ്ടേർഡ് ഹൂ യു ട്രൂലി ആർ ബെനീത് ദ സർഫേസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അതിൽ കാണുന്ന ആ ഒരു പ്രതിബിംബത്തിലുപരിയായി നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വാട്ട് ഹാപ്പൻസ് വെൻ ദ റിഫ്ലക്ഷൻ സ്റ്റെയറിംഗ് ബാക്ക് അറ്റ് യു? ആ റിഫ്ലക്ഷൻ നിങ്ങളെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നോട്ട് ജസ്റ്റ് എ സൈലന്റ് ഒബ്സർവർ, വെറുമൊരു നിരീക്ഷകനായിട്ടല്ല, ബട്ട് എ വിറ്റ്നസ് ടു യുവർ ഡീപ്പസ്റ്റ് സീക്രറ്റ്സ്. നിങ്ങളുടെ എല്ലാ ആഴത്തിലുള്ള രഹസ്യങ്ങളും അറിയുന്ന ഒരു ദൃക്സാക്ഷി എന്നോണം അത് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ഹിയർ ഈസ് എ പോം ദാറ്റ് എക്സ്പ്ലോർസ് ഹൗ എ മിറർ ഇമേജ് ഷേപ്പ് ദ പേഴ്സൺ വി സീ ആൻഡ് ദ വൺ വി സ്ട്രഗിൾ ടു ആക്സെപ്റ്റ്. അപ്പോൾ ഈ കവിതയ്ക്കകത്ത് എങ്ങനെയാണ് ഒരു മിറർ ഇമേജ് നമ്മൾ കാണുന്ന ആ ഒരു പേഴ്സണെയും ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആ ഒരു ഒന്നിനെയും ഫോം ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു കവിതയ്ക്കകത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള സകല ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിൽവിയ പ്ലാത്തിൻ്റെ മിററാണ് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സിൽവിയ പ്ലാത്തിൻ്റെ ഈ ഒരു കവിതയ്ക്കകത്തെ സ്പീക്കർ മിററാണ്, ഒരു കണ്ണാടിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ലൈൻ, ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. ഞാൻ വെള്ളിയും കൃത്യതയാർന്നതുമാണ്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് എക്സാക്ട് ഇസ് അക്യുറേറ്റ് ഓർ ക്ലിയർ. ഐ ഹാവ് നോ പ്രികൺസെപ്ഷൻസ്. എനിക്ക് മുൻധാരണകളൊന്നും തന്നെയില്ല. പ്രികൺസെപ്ഷൻ എന്ന വാക്യത്തിനർത്ഥം ഹാവിങ് അൻ ഐഡിയ ഓർ ഒപ്പീനിയൻ ഫോംഡ് വിത്തൗട്ട് മച്ച് ഇൻഫർമേഷൻ. മതിയായ അറിവുകളില്ലാതെ നമ്മൾ ഫോം ചെയ്യുന്ന ഐഡിയനെയോ അതല്ലെങ്കിൽ അഭിപ്രായത്തെയോ ആണ് പ്രികൺസെപ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ കണ്ണാടി ആദ്യം പറയുന്നു, എനിക്ക് യാതൊരു മുൻധാരണയുമില്ല. അങ്ങനെ പറഞ്ഞാൽ കണ്ണാടിയുടെ മുന്നിലേക്ക് വരുന്ന ഒരാളെക്കുറിച്ച് കണ്ണാടിക്ക് മുൻധാരണകളൊന്നും തന്നെയില്ല. ഐ മീൻ അയാളോട് പ്രത്യേകമായ സ്നേഹമോ പ്രത്യേകമായ വെറുപ്പോ അങ്ങനെ യാതൊന്നും തന്നെ കണ്ണാടിക്കില്ല എന്ന കാര്യം പറയാണ്. ഓക്കെ, ദെൻ എന്താണ് കണ്ണാടി ചെയ്യുന്നത്? വാട്ട് എവർ ഐ സീ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. ഞാൻ എന്താണോ കാണുന്നത് അതിന് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വിഴുങ്ങുകയാണ്, അതെങ്ങനെയാണോ അങ്ങനെ തന്നെ. ശരിക്കും കണ്ണാടി ഇറ്റ് ക്ലിയർലി ഷോസ് എവ്രിതിങ് ആസ് ഇറ്റ് ഈസ്. ഐ മീൻ അതിൻ്റെ മുന്നിൽ എന്താണോ ഉള്ളത് അതിന് അതേപടിയാണ് കണ്ണാടി കാണിക്കുന്നത്. അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. ഐ മീൻ അൺഎഫക്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. അതായത് ഒരു മിറർ ഒരു ഒബ്ജക്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലവിനോ ഡിസ്ലൈക്കിനോ ഒന്നും തന്നെ യാതൊരു പ്രാധാന്യവും ഇല്ല. അതായത് സ്നേഹത്തിനോ വെറുപ്പിനോ ഒന്നും മങ്ങലേൽക്കാതെ, അതായത്
ഐ മീൻ ക്ലിയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്ന കാര്യം ഇവിടെ പറയാണ്. ഓക്കെ. ഐ ആം നോട്ട് ക്രൂവൽ. ഞാൻ ക്രൂരനല്ല, ഓൺലി ട്രൂത്ത്ഫുൾ. ഞാൻ സത്യസന്ധനാണ്. അതായത് ഒരാളുടെ യാഥാർത്ഥ്യം ഞാൻ തുറന്നു കാണിക്കുന്നു എന്ന് കരുതിയിട്ട് അതിനർത്ഥം ഞാൻ ക്രൂരനാണ് എന്നതല്ല. ഞാൻ സത്യസന്ധനാണ്. ഐ ആം ഷോയിങ് യു ദ ട്രൂത്ത്. സത്യം മാത്രമാണ്, യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്, ഫോർ കോർണേഡ്. 4 മൂലകളുള്ള ഐ മീൻ ചെറിയൊരു ദൈവത്തിൻ്റെ കണ്ണാണ് ഞാനെന്ന് പറയാണ്. ഇവിടെ ആ ഒരു മിററിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫോർ കോർണേഡ് ആണ് ആ ഒരു മിറർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്. ചെറിയൊരു ദൈവത്തിൻ്റെ കണ്ണാണ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗോഡ് മിറർ ഹാസ് എ ഡിവൈൻ ക്വാളിറ്റി ടു ഷോ ദ ട്രൂത്ത്. ശരിക്കും സത്യത്തെ കാണിക്കാനുള്ള ഒരു ദൈവികമായ ക്വാളിറ്റി ആർക്കുണ്ട്? കണ്ണാടിക്കുണ്ടെന്ന് പറയാണ്. ആൻഡ് വി നോ ദാറ്റ് ഗോഡ് ക്യാൻ സീ എവ്രിതിങ്. ദൈവത്തിന് എല്ലാം കാണാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ a mirror can see everything clearly with a divine quality. അപ്പോൾ ആ ഒരു സംഗതിയാണ് അവിടെ പറയുന്നത്. ഞാൻ യാഥാർത്ഥ്യം കാണിച്ചു എന്ന് കരുതിയിട്ട് അതിനർത്ഥം ഞാൻ ക്രൂരനാണ് എന്നതല്ല, മറിച്ച് സത്യസന്ധനാണ് എന്നതാണ്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ടൈം, അതായത് കൂടുതൽ സമയവും ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ. ഞാൻ ഓപ്പോസിറ്റ് വാളിനെയാണ് ധ്യാനിക്കുന്നത്, അതിനെയാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് ആ കണ്ണാടിയുടെ എതിർദിശയിലുള്ള വാളിനെയാണ് അത് കൂടുതൽ സമയവും എന്ത് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇറ്റ് ഈസ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. ആ വാള് പിങ്ക് കളേർഡ് ആണ്, മാത്രമല്ല വിത്ത് സ്പെക്കിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. സ്പെക്കിൾ എന്ന് പറഞ്ഞാൽ ഡോട്ടഡ്, അതായത് പുള്ളിക്കുത്തുകളുള്ള, അവിടെയും ഇവിടെയും ഇങ്ങനെ ഓരോ കാര്യങ്ങളുള്ള എന്നുള്ളതാണ്. ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് സോ ലോങ്. ഐ മീൻ കുറേ സമയമായി ഞാൻ അതിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഹാർട്ട്. ഐ മീൻ അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഹാർട്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഓപ്പോസിറ്റ് വാളിനെയാണ്. അങ്ങനെ അതിനെ നോക്കി നോക്കി എനിക്ക് തന്നെ തോന്നുകയാണെന്ത്, ഞാൻ ഐ മീൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് അത് എന്ന കാര്യം. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്. പക്ഷെ ചില സമയത്ത് അത് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഫ്ലിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഷൈനിങ് ഡിംലി ഓർ ബ്രൈറ്റ്ലി എന്നാണ്. നമ്മൾ ഈ മിന്നിമറിയുക എന്നൊക്കെ പറയുമല്ലോ. അതായത് ചില സമയത്ത് ആ മിററിൽ നിന്നും ആ ഒരു ഓപ്പോസിറ്റ് വാളിൻ്റെ റിഫ്ലക്ഷനെ ഐ മീൻ ഫ്ലിക്കർ ചെയ്യുന്നത് എന്താണ്? ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റ് ഓവർ ആൻഡ് ഓവർ. അതായത് മുഖങ്ങളും ഇരുട്ടുമാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ ഇങ്ങനെ ഐ മീൻ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള, ഐ മീൻ അകറ്റുന്നത് എന്ന കാര്യം പറയുകയാണ്. ഓക്കെ. ഭയങ്കര കാവ്യാത്മകമായിട്ടാണ് ശരിക്കും സിൽവിയ പ്ലാത്ത് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറയുന്നതെന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് ഈ ആദ്യത്തെ സ്റ്റാൻസ. ഇനി ഞാൻ മക്കളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഈ സ്റ്റാൻസയ്ക്കകത്ത് എക്സാം ബേസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അതിനകത്ത് ആദ്യത്തെ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്റ്റാൻസയ്ക്കകത്ത് പലയിടത്തായി, കവിതയ്ക്കകത്ത് പലയിടത്തായി ഐ എന്ന് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഈ കവിതയ്ക്കകത്ത് സ്പീക്കർ ആരാണ്? മിററാണ്. ഓക്കെ. സോ ഇത് ഫേസ്റ്റ് ലൈനിനകത്തെ ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട്. എക്സാമിന് ഒരു പക്ഷേ അങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇറ്റ് ഷോസ് ഇറ്റ്സ് പ്രിസൈസ് നേച്ചർ ആൻഡ് ഇറ്റ്സ് അബിലിറ്റി ടു ഷോ ദ ട്രൂത്ത് വിത്തൗട്ട് എനി ഡിസ്റ്റോഷൻ. അതായത് സിൽവർ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു നേച്ചറാണ്, അതിൻ്റെ ആ ഒരു പ്രകൃതമാണ്, ആ ഒരു ഷൈനിങ് കളറാണ്. ആൻഡ് എക്സാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് അബിലിറ്റി ടു ഷോ ദ ട്രൂത്ത് വിത്തൗട്ട് എനി ചേഞ്ച്. യാതൊരു മാറ്റവും കൂടാതെ, യാതൊരു വക്രതയും വരുത്താതെ റിയാലിറ്റീനെ കാണിക്കാനുള്ള മിററിൻ്റെ ആ ഒരു കഴിവിനെയാണ് എക്സാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ആ സംഗതികളെല്ലാം തന്നെ ഇവിടെ ഞാൻ ഐ മീൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്സാമിന് ചോദിക്കാം എന്തുകൊണ്ടാണ് ഐ ആം സിൽവർ ആൻഡ് എക്സാക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. ആൻഡ് ദ സെക്കൻഡ് വൺ, ഐ ഹാവ് നോ പ്രികൺസെപ്ഷൻസ്. എന്തുകൊണ്ടാണ് മിറർ എനിക്ക് മുൻധാരണകളില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു ചോദ്യമായി വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ക്ലിയർലി ഷോസ് എവറിത്തിങ് ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് ജഡ്ജിങ് ഓർ ചേഞ്ചിങ്. യാതൊരു ജഡ്ജ്മെൻറ്റും നടത്താതെ, യാതൊരു മാറ്റവും വരുത്താതെയാണ് ഒരു മിറർ എന്ത് ചെയ്യുന്നത്, ആ റിഫ്ലക്ഷനെ അവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. ഇറ്റ് ഷോസ് എവറിത്തിങ് ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് ജഡ്ജിങ് ഓർ വിത്തൗട്ട് ചേഞ്ചിങ്. ആ ഒരു സംഗതി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ജഡ്ജ് ഓർ അസ്യൂം ഓർ ഇൻ്റർപ്രറ്റ്. ഐ മീൻ അതിൽ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റോ അസ്യൂം ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മിറർ നിൽക്കുന്നില്ല. ഓക്കെ. അത് കഴിഞ്ഞ്
എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മക്കളൊരു കാര്യം അവിടെ മനസ്സിലാക്കണേ. ഐ ഹാവ് നോ പ്രികൺസെപ്ഷൻസ് എന്ന് പറയുന്നത് ഈ കവിതയ്ക്കകത്ത് പെർസോണിഫിക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ്. ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. മിററിനെ പെർസോണിഫൈ ചെയ്തതുകൊണ്ടാണ് മിററിന് മുൻധാരണകളില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ ഒരു സെക്കൻഡ് ലൈനിനകത്ത് സീ സ്വാലോ എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ സീ സ്വാലോ എന്ന് പറയുന്നത് അലിറ്ററേഷൻ്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ. തേർഡ് ലൈനിനകത്തെ അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്, ആ സംഗതിയുടെ ഒരു എക്സ്പ്ലനേഷൻ മേ ബി നിങ്ങളോട് ചോദിക്കാം. ഓക്കെ. ഐ മീൻ ടു എ മിറർ ദർ ഇസ് നോ ഇൻഫ്ലുവൻസ് ഫോർ ലവ് ഓർ ഡിസ്ലൈക്ക്. അതായത് ഒരു മിററിന് മുന്നിൽ സ്നേഹത്തിനോ അതല്ലെങ്കിൽ വെറുപ്പിനോ ഒന്നും തന്നെ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, യാതൊരു പ്രാധാന്യവും ഇല്ല. മിറർ ഈസ് ന്യൂട്രൽ. മിറർ ന്യൂട്രലാണ്. ഐ മീൻ മിററിന് മുൻധാരണകളൊന്നും തന്നെ ഇല്ല എന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമ്മൾ പറയുകയാണെങ്കിൽ മിറർ റിമൈൻസ് ന്യൂട്രൽ വൈൽ ഹ്യൂമൻ സീ ദംസെൽസ് ത്രൂ ഇമോഷൻസ്. ഓക്കെ. അതായത് ഒരു മനുഷ്യൻ ഒരാളെ ഇമോഷൻസോട് കൂടെ കാണുന്ന സമയത്ത് ഈ മിററിനൊരിക്കലും അത്തരത്തിലുള്ള ഇമോഷൻസോ അങ്ങനെയുള്ള ഇമോഷൻസിനാലൊന്നും എഫക്റ്റഡ് അല്ല എന്ത് മിറർ എന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ. സോ ദെൻ ഈ കവിതയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മുടെ ഈ കവിതയ്ക്കകത്തെ ഫോർത്ത് ലൈൻ. ഐ ആം നോട്ട് ക്രൂവൽ ഓൺലി ട്രൂത്ത്ഫുൾ. എന്തുകൊണ്ടാണ് മിറർ ഞാൻ ക്രൂരനല്ല ട്രൂത്ത്ഫുൾ ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇവിടെ എന്താണെന്ന് പറയുക മക്കളെ? സംടൈംസ് ട്രൂത്ത് മേ ബി ഹാഷ്. ചില സമയത്ത് ഈ സത്യം നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കാം. ഇറ്റ് ഡസൻ മീൻ ദ മിറർ ഹാസ് എൻ ഇൻറ്റൻഷൻ ടു ഹേർട്ട് യു. അതിനർത്ഥം ആ കണ്ണാടിക്ക് നിങ്ങളെ വേദനിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടല്ല കണ്ണാടി ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഐ മീൻ കണ്ണാടി ചെയ്യുന്ന കാര്യം എന്താ? ആ മിറർ അവിടെ കാണിക്കുന്നത് ശരിക്കും റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എന്നതിലുപരിയായിട്ട് അതിൻ്റെ പിന്നിൽ നിങ്ങളെ വേദനിപ്പിക്കണം എന്ന ഒരു സംഗതിയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് മിറർ പറയുന്നത് ഐ ആം നോട്ട് ക്രൂവൽ ഓൺലി ട്രൂത്ത്ഫുൾ. ഓക്കെ. ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. സംടൈംസ് ട്രൂത്ത് മേ ബി ഹാഷ് ബട്ട് ഇറ്റ് ഡസൻ മീൻ മിറർ ഹാസ് എൻ ഇൻറ്റൻഷൻ ടു ഹേർട്ട് യു. ഇറ്റ് ഈസ് ഓൺലി ഷോയിങ് യു ദ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ്. ഓക്കെ. ദെൻ ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണർ. എന്തുകൊണ്ടാണ് ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്ന ചോദ്യവും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ആ ഒരു കമ്പാരിസൺ വരികയാണ്. മിററിനെ ഒരു ഗോഡിൻ്റെ ആ ഒരു സംഗതിയായിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു കമ്പാരിസൺ കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ പറയുകയാണ് വി ക്യാൻ സേ ദാറ്റ് ഗോഡ് ക്യാൻ സീ എവറിത്തിങ്. ദൈവത്തിന് എല്ലാ കാര്യങ്ങളെയും കാണാൻ പറ്റുമല്ലോ. ലൈക്ക് ദാറ്റ് മിറർ ഈസ് കേപ്പബിൾ ഓഫ് സീയിങ് എവറിത്തിങ് ക്ലിയർലി ആസ് ഇറ്റ് ഈസ്. ഐ മീൻ എങ്ങനെയാണോ ശരിക്കുള്ളത് അതേ രീതിയിൽ ഒരു ദൈവികമായ ക്ലാരിറ്റിയോട് കൂടെ എല്ലാറ്റിനെയും കാണാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? മിററിനുണ്ട്. അതുകൊണ്ടാണ് മിറർ ഞാൻ ഐ മീൻ ഐ ആം ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ കാരണം. ഓക്കെ. സോ ദെൻ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് മേ ബി ചോദിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം എന്തിനെയാണ് മിറർ മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അത് ഓപ്പോസിറ്റ് വാളിനെയാണ്. ഓപ്പോസിറ്റ് വാളിനെ എങ്ങനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തതെന്ന് ചോദിക്കാം. ഇറ്റ്സ് സ്പെക്കിൾഡ് പിങ്ക് ആണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ. സ്പെക്കിൾഡ് ആണ്, പിങ്ക് കളറാണ്. ദെൻ എന്തിൻ്റെ ഭാഗമാണ് തോന്നിയെന്നുള്ളത് ചോദിക്കാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഹാർട്ട് എന്നാണ് അവിടെ തോന്നിയിട്ടുള്ളത്. ദെൻ എന്താണ് ഈ മിററിനെ ആ ഒരു വാളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് ആണ്, അല്ലേ? ഇരുട്ടും മുഖങ്ങളുമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ അവരെ അവരുടെ ഇടയിൽ ഒരു വേർപിരിയൽ, ഒരു വേർപാട് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റസ് ഓവർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴാണോ ഒരാൾ കണ്ണാടിയിലേക്ക് നോക്കാൻ വേണ്ടി വരുന്നത് ആ സമയം മാത്രമാണ് ആ കണ്ണാടി ആരെ പ്രതിഫലിപ്പിക്കാതിരിക്കുന്നത്? ഐ മീൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു വാളിനെ ഇത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടും പിന്നെ ഇരുട്ടായി കഴിഞ്ഞാലും റിഫ്ലക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റാൻസ. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ നമ്മുടെ ഈ ആദ്യത്തെ സ്റ്റാൻസയ്ക്കകത്തുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. നൗ ഐ ആം എ ലേക്ക്. ഇപ്പോൾ ഞാനൊരു ലേക്കാണ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ലേക്ക് ആൻഡ് എ മിറർ. ഒരു കണ്ണാടിയും അതുപോലെ തന്നെ തടാകവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇവിടെ ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ബോത്ത് ആർ റിഫ്ലക്റ്റീവ് ആണ്. രണ്ടിനും റിഫ്ലക്ഷൻ ഉണ്ട്, അല്ലേ? അതായത് കണ്ണാടിക്കായി കഴിഞ്ഞാലും അതുപോലെ തന്നെ തടാകത്തിലെ വെള്ളത്തിനായി കഴിഞ്ഞാലും റിഫ്ലക്ഷൻ ഉണ്ട്. എ വുമൺ ബെൻസ് ഓവർ മീ.
ഒരു സ്ത്രീ എന്നിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നുണ്ട്. സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. ശരിക്കും എന്നിലെ ആ ഒരു ആഴം, റീച്ചസ് എന്ന് പറഞ്ഞ വാക്യത്തിനർത്ഥം ഇന്നർ മോസ്റ്റ് സ്പേസ് എന്നാണ്. അതിൻ്റെ ആ ഒരു ഡെപ്തിനെയാണ്, ആഴത്തെയാണ് ശരിക്കും റീച്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മക്കളിവിടെ ശ്രദ്ധിക്കണം, ആക്ച്വലി ഇവിടെ ഇങ്ങനൊരു ചോദ്യം വരികയാണ്, എന്തിനെയാണ് ആ ഒരു പെണ്ണ് കുനിഞ്ഞു നിന്ന് അതിൽ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർ ട്രൂ സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ ശരിക്കും അവളെക്കുറിച്ചൊരു റിയലൈസേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നിലേക്ക്, ആ ഒരു തടാകത്തിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഒരു ഡീപ്പ് സെൽഫ് എക്സ്പ്ലോറേഷനെയാണ് അവിടെ ലേക്ക് സൂചിപ്പിക്കുന്നത് കേട്ടോ. ലേക്ക് സിംബലൈസ് ചെയ്യുന്നത് അവളെക്കുറിച്ച് തന്നെ, അവളുടെ ഒരു ട്രൂ സെൽഫിനെ കുറിച്ച്, ഐഡൻറ്റിറ്റീനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, അത്ര കണ്ട് അതിലേക്ക് നോക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്. ശേഷം അവൾ ആ ലയേഴ്സിലേക്ക് തിരിയുന്നു, ആ നുണയന്മാരിലേക്ക്, കള്ളന്മാരിലേക്ക് തിരിയുന്നു എന്ന് പറയുക. ആരാണ് ആ നുണയന്മാർ? യെസ്, ദ ക്യാൻഡിൽസ് ഓർ ദ മൂൺ. അതായത് മെഴുകുതിരിയും അതുപോലെ തന്നെ മെഴുകുതിരി വെട്ടവും ചന്ദ്രനുമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്യാൻഡിൽസിനെയും മൂണിനെയും ഇവിടെ ലയേഴ്സ് എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും കൂടെ നിങ്ങൾ പഠിക്കണം. അതായത് ഇൻ ദ സോഫ്റ്റ് ലൈറ്റ്, ഈ ക്യാൻഡിൽ ലൈറ്റിനകത്തും അതുപോലെ തന്നെ മൂൺ ലൈറ്റിനകത്തും അതിൻ്റെ ആ ഒരു സോഫ്റ്റ് ലൈറ്റിൽ, ഐ മീൻ ദേ വിൽ ട്രൈ ടു ഹൈഡ് ദ റിയാലിറ്റി. അവർ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിട്ട് ഒരു ജെൻറൽ ലുക്കായിരിക്കും തരുന്നത്. അപ്പം നമുക്കറിയാലോ, ഒരു നോർമൽ നൈറ്റ് അതിലെ ആ ഒരു അതുപോലെ ആയിരിക്കില്ല നമ്മളൊരു നിലാവെളിച്ചത്തിൽ, അതല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റിനകത്ത് നമ്മളൊന്നിനെ നോക്കിക്കാണുമ്പോൾ. അതായത് റിയാലിറ്റീനെ ഹൈഡ് ചെയ്തിട്ട് ഒരു ജെൻറലായ, ഒരു കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും ക്യാൻഡിൽസും ഈ മൂണൊക്കെ എന്ത് ചെയ്യുന്നത്, തരുന്നെന്നുള്ളത് പറയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ദാറ്റ് വിൽ ബി അക്സെപ്റ്റബിൾ ഫോർ ഹർ. ഐ സീ ഹർ ബാക്ക് ആൻഡ് റിഫ്ലക്റ്റ് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി. അങ്ങനെ അവൾ ഇതിൽ തൃപ്തിയാകാതെ, സാറ്റിസ്ഫൈഡ് ആവാതെ അവൾ പുറംതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പോലും ഐ സീ ഹർ ബാക്ക്, ഈ മിററിൽ കാണിക്കുന്നത് അവളുടെ പുറംഭാഗമാണ്. ആൻഡ് റിഫ്ലക്റ്റ് ഇറ്റ് ഫെയ്ത്ത്ഫുള്ളി, വളരെയധികം വിശ്വസ്തയോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അതിനെ കാണിക്കുന്നതെന്ന് പറയാണ്. അതായത് യാഥാർത്ഥ്യം കാണിച്ചു കൊടുത്തു എന്ന കാരണം കൊണ്ട് കണ്ണാടിയോട്, ഐ മീൻ ഒരു സങ്കടം വന്ന് അവൾ പുറംതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പോലും ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അവളുടെ പുറംഭാഗത്തെയാണ്. അതായത് ആ ഒരു റിയാലിറ്റീനെയാണ് ഞാൻ ആ സമയത്തും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. പക്ഷേ അവൾ എനിക്ക് തിരിച്ചു തരുന്നത് കണ്ണീരും അതുപോലെ തന്നെ അജിറ്റേഷനും, അവളുടെ ആ ഒരു പ്രതിഷേധവും ഒക്കെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശരിക്കും ഇവിടെ നമ്മുടെ പോറ്റിൻ്റെ സിൽവിയ പ്ലാത്തിൻ്റെ ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റിനെ, ഇമോഷണൽ ടെമോയിലിനെ കാണിക്കുന്ന ഒരു വാക്കാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ എന്ത്, ഈ ടിയേഴ്സും അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ് എന്നും പറയുന്നത്. ഓക്കെ, ഐ ആം ഇമ്പോർട്ടൻറ്റ് ടു ഹർ. ശേഷം അവൾ ഈ കണ്ണാടി പറയുകയാണ്, ഞാൻ അവൾക്ക് പ്രാധാന്യമേറിയതാണ്. ഷി കംസ് ആൻഡ് ഗോസ് ഈച്ച് മോർണിംഗ്, ഇറ്റ് ഈസ് ഹർ ഫേസ് ദാറ്റ് റിപ്ലൈസസ് ദ ഡാർക്ക്നെസ്. എക്സാമിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് മിറർ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്? ബിക്കോസ് ഷീ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. കാരണം അവൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എവ്രി മോർണിംഗ് ഷീ കംസ് ആൻഡ് ഗോസ് ടു ദ മിറർ. അവൾ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഇരുട്ടിനെ റീപ്ലേസ് ചെയ്യുന്നത് അവളുടെ മുഖമാണ് എന്ന കാര്യം പറയുന്നുണ്ട്. സോ ആക്ച്വലി ഷീ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. ഓക്കെ, ഇൻ മീ, എന്നിൽ ഷി ഹാസ് ഡ്രോൺഡ് എ യങ് ഗേൾ. അവളിലെ ആ ഒരു പെൺകുട്ടി മുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. വിച്ച് മീൻസ് ഹർ യൂത്ത്ഫുൾ സെൽഫ് ഹാസ് ഗോൺ. ഇവിടെ ഒരു റിയലൈസേഷനാണ്. ശരിക്കും അവളുടെ ആ ഒരു നല്ല കാലം, ആ ഒരു യൂത്ത്ഫുൾ സെൽഫ് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആൻഡ് ഇൻ മീ, എന്നിൽ അൻ ഓൾഡ് വുമൺ റൈസസ് ടുവാർഡ് ഹെർ ഡേ ആഫ്റ്റർ ഡേ. അതായത് ദിനം പ്രതി അവൾ കണ്ണാടിയിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവളിലെ ആ ഒരു യുവത്വം നഷ്ടപ്പെട്ട് അവൾ ദിനം പ്രതി എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഓൾഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അതാണ് എനിക്ക് കാണാനാവുന്നത്. ലൈക്ക് എ ടെറിബിൾ ഫിഷ്, ഭയാനകമായ ഒരു ഫിഷിനെ പോലെ, ഐ മീൻ ഒരു മത്സ്യത്തെ പോലെ എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ്, അവിടെ പറയുകയാണ്. ഓക്കെ, അവിടെ ആ ഒരു ടെറിബിൾ ഫിഷ് എന്ന് പറയുന്നത് ശരിക്കും അവളുടെ ആ ഒരു ഷോക്കിനെ, ആ ഒരു ഹെൽപ്ലെസ്നെസ്സിനെ, അവളുടെ ആ ഒരു ഫിയറിനെയൊക്കെയാണ്. ശരിക്കും ഏജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആയി വരുന്നുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ അവൾക്കുണ്ടാവുന്ന ആ ഒരു ഷോക്കിനെയാണ്, അവളുടെ ആ ഒരു ഹെൽപ്ലെസ്നെസ്സിനെയാണ് ശരിക്കും ആ ഒരു ടെറിബിൾ ഫിഷൊക്കെ എന്ത് ചെയ്യുന്നത്, അവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ പെയിനിനെയാണ് ശരിക്കും ടിയേഴ്സ് ആൻഡ്
അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ശരിക്കും ഈ ഒരു കവിതയ്ക്ക് ഒരുപാട് തീമുകൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഐ മീൻ ആ തീമുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഒരു തീമാണ്, ട്രൂത്ത് ഒരു തീമാണ്, ഏജിങ് ഒരു തീമാണ്, സെൽഫ് പെർസെപ്ഷൻ ഒരു തീമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് സിൽവിയ പ്ലാത്തിൻ്റെ മിറർ എന്ന് പറയുന്ന ഈ ഒരു കവിതയ്ക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറീസ് ഏതൊക്കെയാണ്, ഐ മീൻ പോറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സി യു ഇൻ അനദർ ക്ലാസ്. ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അസൈ കാസസ്.